കഴിഞ്ഞ മാസങ്ങളോളമായി ഞാനും നിങ്ങളുമൊക്കെ അതിശക്തമായ ചൂട് കാലാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. സഹിക്കാൻ കഴിയാത്ത ചൂട്, നമ്മുടെയൊക്കെ വീടുകളിലെ ജലാശയങ്ങൾ വറ്റി വരളുന്ന പ്രതിസന്ധി ഘട്ടം, ചൂടുകാലവുമായി ബന്ധപ്പെട്ട് വേനൽക്കാലവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ നേരിട്ടവരാണ് ഞാൻ നിങ്ങളൊക്കെ. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി കാലാവസ്ഥയിൽ മാറ്റം വന്ന് മഴക്കാലത്തേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവാസത്തിന് അനുയോജ്യമായി 5 കാലാവസ്ഥകളെയാണ്, ഋതുക്കളെയാണ് റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത്. വസന്തവും ഗ്രീഷ്മവും ഹേമന്തവും ശിശിരവും തുടങ്ങി 5 ഋതുക്കളിലൂടെ കടന്നു പോകുന്ന കാലാവസ്ഥയിൽ ഇന്ത്യ രാജ്യത്തെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മത്തിനും വസന്തത്തിനും ഇടയിൽ ഒരു 5ാമത്തെ ഒരു കാലാവസ്ഥ ഋതുവായി മണ്ണിലേക്ക് കടന്നു വരുന്ന ഒരു കാലാവസ്ഥയാണ് മഴക്കാലം എന്ന് പറയുന്നത്. മഴക്കാലം നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പൈതൃകം നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ നാം വിട്ട് ഉറപ്പിക്കുന്നതാണ്. മഴയെ തന്നെ ഏത് മേഖലകളിലും, സാഹിത്യ കവിത മേഖലകളിലൊക്കെ നോക്കിയാൽ മഴയെ അതിഗംഭീരമായി വർണ്ണിക്കുകയും മഴയുമായി ബന്ധപ്പെടുത്തി പലവിധ ചർച്ചകൾ നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഈറനണിഞ്ഞ വസ്ത്രവും അണിഞ്ഞ് നമ്മുടെ കുട്ടിക്കാലത്ത് വിദ്യാലയങ്ങളിലേക്ക് വെള്ളവും തപ്പിയും ഒക്കെ കടന്നുപോയ നമ്മുടെ ആ ഒരു ചെറുപ്പകാലം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴക്കാലത്തിലേക്ക് എത്തുമ്പോൾ നിരവധി ഇസ്ലാമിക ചിന്തകൾക്ക് അനിവാര്യമായ ചില സാഹചര്യങ്ങൾ മഴക്കാലത്തുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ ഖുർആനിന്റെ വചനപ്പൊരുളുകൾക്കിടയിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ മഴയുമായി ബന്ധപ്പെട്ട്, കാറ്റുമായി ബന്ധപ്പെട്ട്, ഇടിയുമായി ബന്ധപ്പെട്ട്, മിന്നലുകളുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ, അത്ഭുതകരമായ ഈ സംവിധാനങ്ങളുടെ ഒക്കെ അടിത്തറ ശാസ്ത്രം കണ്ടെത്തുന്നതിന് വളരെ നൂറ്റാണ്ടുകൾക്കപ്പുറം, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി തന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിവിശാലമായി അത് അനാവരണം ചെയ്യാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് വെള്ളവും മഴയും ഈ കാലാവസ്ഥയും ഒക്കെയായി ബന്ധപ്പെടുത്തി അല്ലാഹു വിശ്വാസികളോട് ചിന്തിക്കാൻ പറഞ്ഞ ഒരു ആയത്ത് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക് അവൻ നോക്കട്ടെ. അവന്റെ മുന്നിൽ വന്നിരിക്കുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് അവൻ നോക്കട്ടെ എന്ന് പറയുമ്പോ ഭക്ഷണങ്ങളുടെ വ്യത്യസ്തമായ രുചികളെ കുറിച്ചല്ല അല്ലാഹു പിന്നെ പറയുന്നത്. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിശ്വാസികൾ, മനുഷ്യ സമൂഹം, ജനസമൂഹം അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുമ്പോ അല്ലാഹു അവന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെ അവനക്ക് കാണാൻ കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. ഭക്ഷണ സാമഗ്രികൾ അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചതിന്റെ രൂപത്തിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ
ഓരോ ആയത്തുകളിലൂടെ ശേഷം പറയുകയാണ്, നാം ധാരാളമായി വെള്ളം ഭൂമിയിലേക്ക് ഒഴിച്ചു എന്ന് പറയുന്നു. ശേഷം ഞാൻ ഭൂമിയെ പിളർത്തി വണ്ടി കീറി അതിൽ നിന്ന് ധാന്യങ്ങളും മുന്തിരിയും പച്ചച്ചെടികളും ഒലീവും ഈന്തപ്പനങ്ങളും ഈന്തപ്പഴങ്ങളും സമൃദ്ധമായ തോട്ടങ്ങളും പഴങ്ങളും മേച്ചിൽ സസ്യങ്ങളും വളർത്തിക്കൊണ്ടുവന്നവനാണ് അല്ലാഹു. അല്ലാഹു മഴ പെയ്യിപ്പിക്കുമ്പോ ഭൂമിയിലുണ്ടാകുന്ന അത്ഭുതകരമായ മനുഷ്യവാസത്തിന് അനുയോജ്യമായ സംവിധാനങ്ങളെ പറ്റി അല്ലാഹു തന്നെ പറയുകയാണ്. നമ്മൾ ചിന്തിക്കണം, വിശ്വാസികൾ ചിന്തിക്കണം. എന്ത് മനോഹരമായ വാക്കാണ് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത്. എന്തിനാണ് ഞാൻ ഈ ചാംക്രമികമായ പ്രവർത്തനം, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിച്ചിട്ട് ആ ഭൂമിയിൽ വെള്ളം താഴ്ന്നിറങ്ങിയിട്ട് അതിൽ നിന്ന് വിത്തുകൾ മുളച്ചിട്ട് ആ വിത്തുകളെ കൊണ്ട് പലതരം ഫലവ്യഞ്ജനങ്ങളെ ഞാൻ സൃഷ്ടിച്ചതെന്തിനാണ്? വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾക്കും കന്നുകാലികൾക്കും ഭക്ഷണമായിട്ടാണെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. മറ്റൊരിടത്ത് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ തജ്ജാജ. വളരെ കവിഭാവനയോടെയാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ പക്വതയെത്തിയ പാകമായ കാർമേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മഴകളെ പെയ്യിപ്പിച്ചു തന്നു. ഈ മുഅ്സിറാത്ത് എന്ന് പറയുമ്പോ അതിന് ഋതുമതിയായ പെണ്ണ് എന്ന് ഭാഷാപരമായി അർത്ഥമുണ്ട്. മുഅ്സിറത്തിൽ ജാരിയ എന്നാ പറയാ. അറബികൾ ഒരു പെൺകുട്ടി ഋതുമതിയായാൽ, പ്രായപൂർത്തിയായാൽ, പക്വത എത്തിക്കഴിഞ്ഞാൽ പറയാൻ ഉപയോഗിക്കുന്ന അതേ പദത്തിലൂടെയാണ് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് മഴയെ പെയ്യിപ്പിച്ചു തന്നവനാണ് എന്ന് അല്ലാഹു പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ രൂപം മലയാളത്തിൽ പലപ്പോഴും പല കവികളും പറഞ്ഞതായി കാണാൻ കഴിയും. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കവിഭാവനയിൽ നിന്നാണ് ഇന്ന് ലോകത്തുള്ള ഏത് സംവിധാനങ്ങളെ കുറിച്ചാണെങ്കിലും ഭാവാത്മകരമായി പറയാൻ കഴിയുന്നത്. പി ഭാസ്കരൻ മാഷിന്റെ ഒരു കവിതയിൽ കാണാം, ഒരു കുടം തണ്ണീരും മൊക്കത്തു വച്ചൊരു കരിമുകൾ പെൺകൊടി അങ്ങുപോയി, വയലിന്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ, തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കൊയിലുകൾ പാടി തളർന്നിടുമ്പോൾ. വിശുദ്ധമായ ഖുർആൻ മുഅ്സിറാത്ത് എന്ന് പറയുമ്പോ ഇവിടെ മലയാളത്തിന്റെ കവി അതിന്റെ ചൂട് വച്ചിട്ട് പറയുന്നത് ഒരു കുടം തണ്ണീരും ഒക്കത്തു വച്ചൊരു കരിമുകൾ. കരിമുകിൽ എന്ന് പറഞ്ഞാൽ മേഘം എന്നർത്ഥം. പെൺകൊടി അങ്ങുപോയി, മേഘാവൃതമായി ആകാശം മാറിയിട്ട് ഇപ്പൊ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഈ വയലുകളും അതുപോലെ മറ്റുമൊക്കെ ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കുമ്പോ മഴ പെയ്യാതെ ആ പോകുന്ന ആ നിർഭാഗ്യകരമായ അവസ്ഥയെ കുറിച്ചാണ് ആ മലയാളത്തിന്റെ കവി അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അങ്ങനെ മഴ പെയ്യുമ്പോ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം തങ്ങളുടെ സ്വഹീഹിൽ കാണാൻ കഴിയും, അസാബനാ വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങൾ ഒരിക്കൽ ഇരിക്കുമ്പോൾ ബതറുൻ, ഞങ്ങൾക്കിടയിലേക്ക് മഴ പെയ്തു. മഴ എപ്പോഴും നമുക്ക് ആവേശമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അങ്ങനെയായിരുന്നു. മുത്തുനബിയുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളിലേക്ക് മഴ പെയ്തത്. ആ മഴ ശരീരത്തിൽ തട്ടുമാർ ഭാഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീരത്തിൽ നിന്ന് വസ്ത്രത്തെ മാറ്റി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമാ സ്വനഅത ഹാദാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്?
ഈ ഹദീസിന്റെ ഇതിവൃത്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മഴ കൊള്ളൽ സുന്നത്താണ് എന്നതാണ്. കുറെ കാലം കൂടി ഭൂമിയിൽ മഴ പെയ്യാതെ ഇരിക്കുമ്പോ ആദ്യമായി വർഷിക്കുന്ന പുതുമഴ പ്രത്യേകമായി ഒരു വിശ്വാസി കൊള്ളൽ സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ആ മഴ കൊള്ളുന്നതിന്റെ സുന്നത്തായ രൂപം പഠിപ്പിച്ച് അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്നാൽ മഴക്കാലമാകുന്ന ചില സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ ചില വാക്കാൽ, നമ്മുടെ ചില പ്രവർത്തനങ്ങളാൽ നമ്മുടെ ഈമാൻ മഴക്കാലത്ത് നഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെയൊക്കെ ചില വർത്തമാനങ്ങൾ, നമ്മൾ ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയം പറയുമ്പോൾ നമ്മൾ ചിലപ്പോ തൗഹീദിനെതിരായ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചില ആശയങ്ങൾ, 33 കോടി ദൈവങ്ങളെ, കല്ല് മുതൽ കാരിരുമ്പ് വരെയും 33 കോടി ദൈവങ്ങളെ, മൂർഖം പാമ്പിനെ വരെ ആരാധിക്കുന്ന രൂപമൊക്കെയാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി വച്ചത്. എന്നാൽ ഒരു മഴക്കാലം വരുമ്പോ ആ മഴക്കാലം വന്ന് പെയ്തൊഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ചില സമയങ്ങളിൽ വിശ്വാസിയുടെ ഈമാനും കൊണ്ടുപോകുന്നുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോടെ, അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വിശ്വാസിക്ക് ദുനിയാവ് ജയിലാണ്. കാര്യം ചില നിയമപരമായ കാര്യങ്ങളിലൂടെ അല്ലാതെ വിശ്വാസിക്ക് കടന്നു പോകാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരു മഴക്കാലം ഒരു വിശ്വാസിയുടെ ഈമാനിനെ തകർക്കുക? അൻ സയ്യിദ് ഇബ്നു ഖാലിദുൽ ജുഹനി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ഖാലിദുൽ ജുഹനി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തസ് സുബ്ഹി ബിൽ ഹുദൈബിയ, ഹുദൈബിയയിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി, വിശാലമായ ഹദീസാണ്, മുത്തുനബി ഞങ്ങളോടൊപ്പം നിസ്കരിച്ചു, സുബ്ഹി നിസ്കരിച്ചു. സുബ്ഹി നിസ്കരിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, എന്റെ അടിമകളിൽ നിന്ന് ചില ആളുകൾ മുഅ്മിനാകുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ കുറെ ആളുകൾ കാഫിറായി മാറുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രമല്ല, അതുമായി അനുബന്ധമായ ചില വാക്കുകൾ അവരുടെ നാവിൽ നിന്ന് വരുന്നു. ഇന്നലെ മഴ പെയ്തല്ലോ, ആ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ പറഞ്ഞു, മുത്തിറിനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് നമുക്ക് മഴ കിട്ടിയത് എന്ന് ചില ആളുകൾ പറഞ്ഞു. അത് കാരണമായി അത് പറഞ്ഞവർ മുഅ്മിനീങ്ങളായി മാറിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ പറഞ്ഞു, മുത്തിറിനാ ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന കാരണം കൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത്. നമ്മൾ പറയാറില്ലേ, ഇടവപ്പാതി എന്ന് പറയും, തുലാ പെയ്തെന്ന് പറയും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. പഴയ കാലത്തൊക്കെ പല കഥകളും മഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വിശാലമായി പറഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ അട്ടപ്പാടിയിലെ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ചെന്നാല് മഴ കിട്ടാതായി കഴിഞ്ഞാൽ, ശക്തമായ വേനൽക്കാലം രൂക്ഷമാകുമ്പോ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതിരുന്നാൽ, എടവപ്പാതിയിലും മഴ പെയ്യാതിരുന്നാല് അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം മനസ്സിലാക്കുന്നത് കൊടും പാപികളായ ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന്. തെറ്റുകാർ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിലും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്, ഇരിക്കട്ടെ, അതിലേക്ക് കടക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ അവരങ്ങനെ മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? വൈക്കോൽ കൂന കൊണ്ട് ഒരു കൊടും പാപിയായ മനുഷ്യനെ രൂപം, ഒരു കോലമുണ്ടാക്കും. കോലമുണ്ടാക്കിയിട്ടോ മൂക്കത്തും കണ്ണിലും ഒക്കെ വരച്ചും കുറിച്ചുമൊക്കെ ഇയാളെ ഒരു കൊടും പാതകയാക്കി മാറ്റും. എന്നിട്ട് ഇയാളെ ഈ ഒരു കോലത്തിനെ വണ്ടിയിൽ വെച്ച് കെട്ടും. വണ്ടിയിൽ വെച്ച് കെട്ടിയിട്ട് നാടൊട്ടാകെ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ കൊണ്ടു നടക്കും, വീടുകളിൽ കയറി ഇറങ്ങും. അപ്പോ കുറെ ആളുകൾ പെൺവേഷം കെട്ടിയിട്ട് നപുംസകങ്ങളുടെ രൂപത്തിൽ ഇതിന്റെ കൂടെ കൂടിയിട്ട് അവരുറക്ക വിളിച്ചു പറയും, എന്റെ അമ്മായിയമ്മ ചത്തുപോയേ എന്നവർ ഉറക്ക വിളിച്ചു പറയും. അങ്ങനെ ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് അവരങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കുറെ കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയിട്ട് കത്തിച്ചു കളയും. ശേഷം നല്ല ഭക്ഷണ സദ്യയൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യും. ഇതുകൊണ്ടാണ്, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് മഴ കിട്ടുന്നത് എന്ന് കുറെ ആളുകൾ പറയുന്നതായി അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായി കാണാൻ കഴിയും.
അങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട അങ്ങനെ പലവിധ വിശ്വാസങ്ങളും. അംഗരാജ്യത്ത് മഴയില്ലാതെ ദുരിതമുണ്ടായപ്പോൾ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത ശൃംഗമുനിയെ കൊണ്ടുവന്ന് യാഗം നടത്തിയാലും മഴ പെയ്യുമെന്ന് രാജഗുരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുന്ദരികളായ സ്ത്രീകളെ പറഞ്ഞയച്ച് മുനികുമാരനെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് മഴ പെയ്യിപ്പിച്ച ചരിത്രം അല്ലെങ്കിൽ കഥ ഹൈന്ദവ മതങ്ങൾക്കിടയിലുണ്ട്. എംഡിയുടെ ഒരു നോവൽ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകത്തിലേക്ക് ചെന്നാല് മുത്തുസ്വാമി ദീക്ഷിതർ എന്ന് പറയുന്ന ആള് ഒരു നാട്ടിൽ ചെന്നപ്പോ അവിടെ മഴയില്ലാത്ത പ്രയാസമായപ്പോ അമൃതവർഷിണി എന്ന രാഗം, സംഗീതത്തിലെ അമൃതവർഷിണി എന്ന രാഗത്തിൽ പാട്ടുപാടി ആ രാഗം കാരണമാണ് മഴ പെയ്യുന്നതെന്ന് പറയുന്നവരുണ്ട്. ഇന്ത്യ 8 നൂറ്റാണ്ടുകാലം അടക്കി ഭരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരിൽ പ്രഥമനായിരുന്ന അക്ബർ എന്ന് പറയുന്ന ഒരാൾ, അക്ബർ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നല്ലോ. അക്ബറിന്റെ കൊട്ടാരത്തിൽ താൻസൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മേഘമൽഹാർ എന്ന ഒരു രാഗം, ഒരു സംഗീതം ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേരിലാണ് മഴ പെയ്തിരുന്നത് എന്ന് വിശ്വസിച്ചിരുന്നുവത്രേ. എന്നാൽ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഴക്കാലമാകുമ്പോ നിങ്ങളിലേക്ക് മഴ കടന്നു വരുമ്പോ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അല്ലാഹുവിന്റെ ഫള് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് ഞങ്ങളിലേക്ക് മഴ കടന്നു വരുന്നത് എന്ന് ഓരോ വിശ്വാസികളും വിശ്വസിക്കണമെന്ന്. ഇതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മഴ കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. ഇതുപോലെ ഒരു വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിന്റെ ചാരെ ഒരു മനുഷ്യൻ വന്ന് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹലകത്തിൽ അംവാൽ വൻഖതഅതിസ് സബ്ലു ഫദ്ഉല്ലാഹ യുഈതുനാ. മഴയുള്ള നബിയെ, കഠിനമായ ചൂടാണ് നബിയെ, വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ട് നബിയെ, ഞങ്ങളുടെ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ മാർഗങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ട് നബിയെ, അല്ലാഹുവിനോടും അങ്ങ് ദുആ ചെയ്യാമോ? ഇതുപോലെ ഒരു വെള്ളിയാഴ്ച പുന്നാര നബിയോട് ചോദിക്കുമ്പോ ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, ആകാശത്തിലേക്ക് മിമ്പറിൽ നിന്നിട്ട് മുത്തുനബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഗ്ഫിനാ, അല്ലാഹുമ്മ അഗ്ഫിനാ, അല്ലാഹുമ്മ അഗ്ഫിനാ. അല്ലാഹുവേ, നീ ഞങ്ങളിലേക്ക് മഴ പെയ്യിപ്പിക്കണേ അല്ലാ. اللهم اسقنا غيثا مغيثا مريئا مريئا نافعا غير ضار عاجلا غير عاجل. ഞങ്ങൾക്ക് പ്രയാസമില്ലാത്ത, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത, വെള്ളപ്പൊക്കങ്ങൾ കടന്നു വരാത്ത, പ്രകൃതി ദുരന്തങ്ങൾ ഞങ്ങളെ തേടിയെത്താത്ത, പല വെള്ളപ്പാച്ചിലുകളിൽ ഞങ്ങളുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാത്ത, ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മഴയെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യേണ്ട താമസം അനസ് തങ്ങൾ പറയാണ്. വലാ വല്ലാഹി മാ നറാ ഫിസ് സമാഇ മിൻ സഹാബിൽ വലാ ഖസാ. ആ ജുമഅക്ക് പള്ളിയിൽ വരുന്നത് വരെ, മുത്തുനബി ദുആ ചെയ്യുന്നത് വരെ ആകാശമണ്ഡലങ്ങളിൽ മഴമേഘത്തിനെ ഞങ്ങൾ കണ്ടിരുന്നില്ല. നബി തങ്ങൾ ദുആ ചെയ്തു, നിമിഷങ്ങൾക്ക് അകം മഴ പെയ്യാൻ തുടങ്ങി. അത് പിറ്റേ വെള്ളിയാഴ്ച വരെ നീണ്ടു നിന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇത് കണ്ടിട്ട് സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിക്കുകയാണ്, നബിയെ, അങ്ങയുടെ ചെറുപ്പ
ചെറുപ്പത്തിൽ ഓർമ്മയുണ്ടോ അബൂ താലിബ് അങ്ങേക്ക് 8 വയസ്സ് പ്രായമുള്ള സമയത്ത് സഫാ പർവ്വതത്തിന്റെ മുകളിൽ അങ്ങേയും ഉയർത്തിപ്പിടിച്ചിട്ട് ഇതുപോലെ ഒരു ദുആ ചെയ്തത്? അന്ന് പെയ്ത മഴ പോലെ ഇന്നും മഴ പെയ്യുകയാണല്ലോ യാ റസൂലല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരുന്നിട്ട് പറയുന്നു, ആ അബൂ താലിബ് എങ്ങാനും ഇത് കണ്ടിരുന്നുവെങ്കിൽ അബൂ താലിബും പാടുമായിരുന്നല്ലോ, വഅബിയാദു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി ഖിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽറാമിലി. മുത്തുനബിയുടെ പ്രഭാപൂരിതമായ മുഖക്കമലം കൊണ്ടാണ് ഭൂമിയിൽ മഴ വർഷിക്കുന്നത് എന്ന് പറഞ്ഞ് അബൂ താലിബിന് സന്തോഷമാകുമായിരുന്നല്ലോ യാ റസൂലല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഴ വരുമ്പോ പറയേണ്ടത് ഇതെന്തൊരു നശിച്ച മഴ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈമാൻ നിങ്ങളുടെ നഷ്ടപ്പെടോ? ഇതെന്തൊരു പ്രയാസപ്പെടുത്തുന്ന കാലാവസ്ഥയാണെന്ന് പറഞ്ഞുകൂടാ. തുലാ പെയ്ത്താണെന്ന് പറഞ്ഞ ഈമാൻ കളയണ്ട, കർക്കിടക പെയ്ത്താണെന്ന് പറഞ്ഞ ഈമാൻ നിങ്ങൾ കളയണ്ട. ഇതൊന്നും പറഞ്ഞ് നമ്മുടെ ഈമാനിനെ നശിപ്പിക്കരുതെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. മഴ പെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ പറയേണ്ടത്, മഴ പെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ പറയേണ്ടത് മുതുറിനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി. ആകാശലോകത്തിന്റെ അധിപനായ ജഗന്നിയന്താവായ റബ്ബിൽ ഇസ്സത്തായ ഏക ഛത്രാധിപതിയായ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളിലേക്ക് മഴ പെയ്യുകയാണ്, മഴ പെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസിയായി മാറും, അവൻ വിശ്വാസത്തിൽ ഉറച്ചവനായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. പഴയകാലത്ത് പറയും, ഈ ആമ്പാറ്റകളെ കൂട്ടമായി പറക്കുന്നത് കണ്ടാൽ മഴയുടെ സൂചനയായി പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. വെളുത്ത ഈ ആമ്പാറ്റകൾ കൂട്ടമായി പറന്നുയരുന്നത് കണ്ടാൽ മഴ മാറാനുള്ള ലക്ഷണമായി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തുമ്പികൾ താഴ്ന്നു പറക്കുന്നത് കണ്ടാൽ മഴ പെയ്യുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഉറുമ്പുകൾ മുട്ടകളുമായി തിരക്കിട്ട് നീങ്ങുന്നതും കുളക്കോഴികളുടെ കൂട്ടക്കരച്ചിലോ ആലിന്റെ താങ്ങുവേരിൽ ഈർപ്പം കണ്ടാലോ കള്ളിച്ചെടികൾ പൂക്കുന്നത് കണ്ടാലോ മഴ പെയ്യുന്നതായി കാണുമായിരുന്നു. വയനാട്ടിലെ ഒരു കൂട്ടം സമൂഹം ആദിവാസികള് മഴ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുലച്ചി മരത്തിന്റെ കായിലെ വിത്തുകളുടെ എണ്ണം അനുസരിച്ച് എണ്ണി നോക്കി കൃത്യപ്പെടുത്തിയിട്ടായിരുന്നു ഒരു കാലത്തും മഴ വരുന്നതിന് അടയാളപ്പെടുത്തിയിരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ജനഗാംഭീര്യമുള്ള കാർമേഘ മുകിലുകളിൽ മഴ സംഭരണികളെ സംവിധാനിച്ചിട്ട് വഅൻസൽനാ നിങ്ങളിലേക്ക് ഞാനാണ് മഴ പെയ്യിക്കുന്നത്. അതുകൊണ്ട് മഴ പെയ്യുമ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്താണ്, ഫളലാണ് എന്നൊരു ബോധമുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഴക്കാലത്തൊരു വിശ്വാസി എന്തെല്ലാം ചെയ്യണമെന്ന ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകൾ പറയാൻ നമുക്ക് സമയമില്ല. ഭൗതികപരമായും ആത്മീയപരമായിട്ടും ഒക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ചില കാര്യങ്ങൾ എല്ലാം ഇടിവെട്ടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, മഴ പെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, മിന്നലുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ നാം ശുചിത്വം എങ്ങനെ പാലിക്കണം, നമ്മുടെ ചുറ്റുവട്ടത്ത് രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റു വെള്ളിയാഴ്ചകളിലൊക്കെ നമുക്കൊരു വിശാലമായി പറയാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ മഹല്ല് കമ്മിറ്റി പ്രത്യേകമായി ക്രോഡീകരിച്ച് ഇൻഷാ അല്ലാഹ് പെരുമ്പള്ളിച്ചറ പുത്തൻപള്ളി മഹല്ല് പരിസരങ്ങളിൽ കരുതലോടെ മഴക്കാലം എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്കൊക്കെ എത്തിക്കും. അതൊക്കെ നോക്കി മഴക്കാലം വരുമ്പോ ഈമാനിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് വലിയ പ്രതിഫലം നേടുന്നവരായി മാറുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.